കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ തിരുവുത്സവം പരിപാടിയിൽ നിന്ന് BJP കൗൺസിലറെ ഇറക്കിവിട്ടതായി പരാതി. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ കൗൺസിലർ പത്മജ എസ് മേനോനെയാണ് പരിപാടിയിൽ പങ്കെടുപ്പിക്കാതെ ദേവസ്വം ഓഫീസർ മാറ്റി നിർത്തിയത്. അപ്പോൾ കോൺഗ്രസിൻ്റെ MP ഉണ്ട്, MLA ഉണ്ട്. അതുപോലെ തന്നെ CPMൻ്റെ മന്ത്രി രാജീവുമുണ്ട്, CPMൻ്റെ കൗൺസിലർ. അപ്പോൾ അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനല്ല, സ്ഥാനം രാജിവെച്ചിരുന്നു. എന്നാലും അവർ പറഞ്ഞത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റനീഷ് എന്നാണ് പറഞ്ഞിരുന്നത്. അവർ രണ്ടുപേരും ഇരിക്കുന്നു. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ നിന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ കൗൺസിലർ കൂടിയായ പത്മജ എസ് മേനോനെ ദേവസ്വം ഓഫീസർ അധിക്ഷേപിച്ച് ഇറക്കിവിട്ടത്. രാഷ്ട്രീയ വിയോജിപ്പ് കൊണ്ടാണ് തന്നെ ഇറക്കിവിട്ടതെന്നും പത്മജ പറയുന്നു. അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ ഇവർ ഇടപെടുന്നുണ്ടോ എന്നും ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രമാണ് സർക്കാരും CPM ഭരിക്കുന്നതെന്നും കൗൺസിലർ ആരോപിച്ചു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം, പണപ്പിരിവ് സ്ഥാപനം പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചു. ബാക്കി ജനവിഭാഗങ്ങളുടെ മതവിഭാഗങ്ങളുടെയൊക്കെ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായി നടത്താൻ പറ്റുന്നുവെങ്കിൽ, വിശ്വാസികൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്നുവെങ്കിൽ ഞങ്ങളെ ഭരിക്കാൻ എന്തിന് ഗവൺമെന്റ്? അതായത് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘം ആളുകൾ എന്തിന് വിശ്വാസികളെ ഭരിക്കാനായിട്ട് വരുന്നു? ഉത്സവം അവസാനിച്ചതിനു ശേഷം പരാതി നൽകി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും കൗൺസിലർ വ്യക്തമാക്കി. ജനം, കൊച്ചി.